കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചകൾക്കിടയിൽ രമേശ് ചെന്നിത്തല ദില്ലിയിലേക്ക് പോവുകയാണ്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന. കൂടിക്കാഴ്ചകൾക്ക് ശേഷം ഇന്ന് വൈകിട്ട് സംസ്ഥാനത്ത് തിരിച്ചെത്തും. മുഖ്യമന്ത്രി ചർച്ചകളുമായി സജീവമായി മുന്നോട്ടു പോവുകയാണ് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങൾ. TV പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, രമേശ് ചെന്നിത്തല അങ്ങനെ ദില്ലിയിലേക്ക് തിരിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പദത്തിനായി ചരടുവലികൾ, സമ്മർദ്ദങ്ങൾ ശക്തമാക്കുകയാണ് മൂന്ന് പക്ഷങ്ങളും അവരുടെ അനുയായികളും. രമേശ് ചെന്നിത്തലയുടെ ദില്ലി സന്ദർശനം എത്രത്തോളം നിർണായകമാണ്? ഉടൻ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നതിൽ ഒരു തീരുമാനമുണ്ടാകുമോ? ഇതിഹാസ കീർത്തന, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ 3 പേരും അതിശക്തമായ ചരടുവലികളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നടത്തുന്നത് എന്നുള്ളതാണ്. ഇത് നമ്മൾ കണ്ടതാണ്. ഭരണം UDF-ന് കിട്ടും എന്ന പ്രതീക്ഷ വന്ന സമയം മുതൽ തന്നെ 3 പേരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി തന്നെ മാറിക്കഴിഞ്ഞു. വലിയ തോതിൽ പ്രത്യക്ഷമായില്ലെങ്കിൽ പോലും അവരുടെ അനുയായികളെ ഉപയോഗിച്ചുകൊണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിലും ഇഷ്ടം പോലെ പ്രചരണങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് നേരത്തെ നമ്മൾ കണ്ടത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഭരണം കിട്ടിയതിന് ശേഷം അത് നേരിട്ട് ഫ്ലക്സുകളിലേക്ക് കടന്നു എന്നുള്ളതാണ്. നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടായത് ഫ്ലക്സിലേക്ക് കടന്നു. മാത്രവുമല്ല, ഈ 3 നേതാക്കളും അവരുടെ അനുയായികളെ പരമാവധി ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എതിർപക്ഷം ഉയർത്തുന്ന ആരോപണവും. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ നേരത്തെ പേരുകൾ പറഞ്ഞതുപോലെ, 1 AICCയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി, ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, 2 പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ, 3 മുൻ പ്രതിപക്ഷ നേതാവും പാർട്ടിയിലെ സമുന്നത നേതാവുമായ രമേശ് ചെന്നിത്തല. ഈ 3 പേരുമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ചരടുവലികൾ സജീവമായി നടത്തുന്നത്. അതിനിടയിലാണ് ഇന്നിപ്പോൾ രാവിലെ രമേശ് ചെന്നിത്തല ദില്ലിയിലേക്ക് തിരിച്ചത്. ഈ കൂടിക്കാഴ്ചക്ക്, ഡൽഹിയിലുള്ള ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മഹാരാഷ്ട്ര കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയമാണ് പുറത്തു പറയുന്നെങ്കിൽ പോലും മുഖ്യമന്ത്രി നിർണയത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് എന്ന സൂചനകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനിടെ VD സതീശൻ ഇന്നലെ വലിയ വരവേൽപ്പാണ് കൊച്ചിയിൽ നൽകിയത്. ആ രീതിയിലും CMA എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു VD സതീശനെ. അതുമാത്രവുമല്ല, ഇതിപ്പോൾ ജയിച്ചു വന്ന കോൺഗ്രസ് നേതാക്കളിൽ ഏതാണ്ട് 80% വരുന്ന നേതാക്കളും KC വേണുഗോപാലിൻ്റെ അനുയായികളാണ് എന്നുള്ളതാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശമുണ്ടെങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുന്ന സ്ഥിതി ഉണ്ടാകും. ഇനി അതല്ല, വേണ്ട എന്നുള്ളതാണെങ്കിൽ രമേശ് ചെന്നിത്തലയോ VD സതീശനോ എന്ന ചോദ്യമുണ്ടാകും. പിന്നീടാണ് മറ്റ് ചർച്ചകളിലേക്ക് കടക്കുക. എന്തായാലും 3 ആളിൽ ആരാണ് എന്നറിയാൻ വേണ്ടിയുള്ള നിരീക്ഷകരെ നിയമിച്ചു കഴിഞ്ഞു. 2 നിരീക്ഷകർ ഇന്ന് രാത്രി തിരുവനന്തപുരത്തേക്ക് എത്തും. അവർ MLA-മാരുടെ അഭിപ്രായം തേടും, മറ്റ് നടപടികളിലേക്ക് കടക്കും. എന്തായാലും 2 ദിവസത്തിനകം ഇതിൽ ഏകദേശ ഒരു തീരുമാനത്തിലേക്ക് കടക്കും. എന്നിട്ട് വേണം മന്ത്രിസഭാ രൂപീകരണത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങാൻ. ആരൊക്കെ മന്ത്രിയാകും എന്ന ചർച്ചകൾ തുടങ്ങാം. ശരി, RC-VD അതുപോലെ ചെന്നിത്തല KC പക്ഷങ്ങൾ സമ്മർദ്ദം ശക്തമാക്കുകയാണ്. ചരടുവലികൾ ഒരു ഭാഗത്തുകൂടി നടക്കുന്നുണ്ട്. എന്തായാലും AICC നിരീക്ഷകർ ഉടൻ കേരളത്തിലെത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നതിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. TV പ്രസാദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.